ഹായ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുമല്ലേ? ഞങ്ങളുടെ സുഖമില്ലാതിരിക്കുവാണ്. അപ്പോൾ എഴുന്നേറ്റപ്പോൾ തന്നെ കുറച്ച് ലേറ്റായി കേട്ടോ, 8 മണിയൊക്കെ ആയി. അപ്പോൾ ഇപ്പോഴത്തെ ഇവിടുത്തെ ചെന്നൈയിലെ ക്ലൈമറ്റ് നല്ല മോശമാണ് കേട്ടോ. എനിക്ക് തോന്നുന്നു ഞാൻ 10 വർഷമായിട്ട് ഇവിടെ ചെന്നൈയിൽ ജീവിക്കുന്നുണ്ട്. പക്ഷേ ഇത്തവണത്തെ ഈ ഒരു ഡിസംബർ ജാനുവരി മാസം നല്ല തണുപ്പാണ്. ഇതുവരെ കിട്ടാത്ത ഈ 10 വർഷത്തിനിടയിൽ കിട്ടിയ ഏറ്റവും നല്ല തണുപ്പും അതുപോലെ തന്നെ മഴയൊക്കെ പെയ്തു ഇടയ്ക്കൊക്കെ. അതുകൊണ്ട് തന്നെ നമുക്ക് അസുഖങ്ങളൊന്നും മാറുന്നേ ഇല്ല കേട്ടോ. അപ്പോൾ ആമിക്ക് പനിയാണ്, അപ്പോൾ അവൾക്ക് വൈറൽ ഫ്ലൂ ആണ്. പിന്നെ എനിക്കും പനി ഉണ്ടായിരുന്നു. എൻ്റെ പനി കുറഞ്ഞപ്പോഴാണ് മോൾക്ക് പനിയായത്. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഹസ്ബൻഡിന് വയ്യാണ്ടായി. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഈ യാത്ര കഴിഞ്ഞ് വന്നതിന് ശേഷമാണ് പനി പിടിച്ചത്. അപ്പോൾ ഞങ്ങൾ ഡോക്ടറോട് ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞത് യാത്രയുടേതല്ല, ഇവിടുത്തെ ക്ലൈമറ്റിൻ്റെതാണെന്നാണ് പറഞ്ഞത് കേട്ടോ. അപ്പോൾ എന്ത് തന്നെയാണെങ്കിലും ഒന്ന് റിക്കവറായിട്ട് വരുന്നതേ ഉള്ളൂ. അപ്പോൾ ആമി സ്കൂളിൽ പോയിട്ടില്ല. അപ്പോൾ എനിക്കാണെങ്കിൽ നല്ല ചുമയും അതുപോലെ തന്നെ നല്ല തുമ്മലും ജലദോഷവും ഒക്കെയാണ് തുടക്കത്തിലുണ്ടായിരുന്നത്. പിന്നെയാണ് പനിയായതും അങ്ങനെയൊക്കെ ആയത് കേട്ടോ. അപ്പോൾ എല്ലാവരും മെഡിസിനൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആമി നല്ലോണം ക്ഷീണിച്ചിട്ടുണ്ട്. നല്ല റെസ്റ്റ് എടുക്കാനായിട്ട് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ മരുന്നും ഇതൊക്കെ കൊടുത്തോണ്ടിരിക്കുകയാണ്. പിന്നെ എനിക്ക് എത്ര വയ്യെന്നുണ്ടെങ്കിലും രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ എനിക്ക് ഒന്ന് ആക്റ്റീവായിട്ടൊക്കെ ഇരിക്കണം. അതിന് എത്ര വയ്യായിക ഉണ്ടെങ്കിലും അങ്ങനെ തന്നെയാണ് കേട്ടോ. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പാണെങ്കിൽ വയ്യാന്നുണ്ടെങ്കിൽ ഞാൻ അങ്ങനെ തന്നെ അങ്ങ് കിടക്കും, പിന്നെ ഒരു ജോലികളും ചെയ്യത്തില്ല. അപ്പം അങ്ങനെയൊക്കെ ആയിരുന്നു. പക്ഷെ കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് ഞാൻ പഠിച്ചൊരു പാഠമാണ്, നമുക്ക് എത്ര വയ്യായിക ഉണ്ടെന്നുണ്ടെങ്കിലും ഒന്ന് ഫ്രഷ് ആവുക, നല്ല ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഒന്ന് വൃത്തിയായിട്ട് നിൽക്കുക. നമ്മൾ പെട്ടെന്ന് ആരെങ്കിലും കണ്ടു കഴിഞ്ഞാലും അവർക്കും തോന്നും അയ്യോ വയ്യായികയാണല്ലോ, അതൊരു വല്ലാത്തൊരു നെഗറ്റീവ് എനർജി പോലെയാണല്ലേ. അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ ഇപ്പോൾ എത്ര വയ്യെങ്കിലും നല്ല വൃത്തിയായിട്ട് തന്നെ ഒരുങ്ങി തന്നെ വീട്ടിൽ നിൽക്കാറുണ്ട്. നമ്മൾ പോലും അറിയാതെ നമ്മുടെ ഉള്ളിൽ അസുഖം ഉണ്ടെന്ന് പോലും അറിയത്തില്ല കേട്ടോ. അപ്പം അങ്ങനെയൊക്കെയാണ് എൻ്റെ പുതിയ ശീലങ്ങളൊക്കെ. അതുപോലെ തന്നെ ചെയ്യേണ്ട ജോലികൾ ഞാൻ കൃത്യമായിട്ട് ചെയ്യും. ഒട്ടും തീരെ പറ്റുന്നില്ലെങ്കിൽ മാത്രമാണ് ഞാൻ റെസ്റ്റ് എടുക്കുകയുള്ളൂ. എന്നെ കൊണ്ട് പറ്റുന്നുണ്ടെങ്കിൽ എല്ലാ ജോലികളും ചെയ്യും. കുറച്ച് ദിവസം മുന്നേ നല്ല റെസ്റ്റ് എടുത്തു. അത്യാവശ്യം പുറത്തുനിന്നാണ് ഭക്ഷണമൊക്കെ മേടിച്ച് കഴിച്ചത്. പക്ഷെ എനിക്കൊന്ന് ഭേദമായപ്പോൾ, റെസ്റ്റ് എടുത്ത് കഴിഞ്ഞ് ഭേദമായപ്പോൾ ഇനിയും വയ്യാന്ന് പറഞ്ഞ് അങ്ങനെ കിടന്നിട്ടുണ്ടെങ്കിൽ ശരിയാകത്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒന്നാമത്തെ കാര്യം, ഞാൻ മാക്സിമം എപ്പോഴും ആക്റ്റീവായിട്ട് ഇരിക്കുന്ന ഒരാളാണ് കേട്ടോ. അങ്ങനെ എപ്പോഴും ഇങ്ങനെ ചടഞ്ഞു കൂടി ഇരിക്കുന്നത് എനിക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് മാനസികമായിട്ടാണെങ്കിലും ശാരീരികമായിട്ടാണെങ്കിലും ഒക്കെ എത്ര പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിലും നമ്മളൊന്ന് ഉഷാറായി തന്നെ ഇരിക്കുക. അതിപ്പോൾ എല്ലാവരെ കൊണ്ടും പറ്റുമോയെന്ന് അറിയത്തില്ല, പക്ഷെ ഞാൻ അങ്ങനെ ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ ചെറിയ ചെറിയ ക്ലീനിങ്ങുകളൊക്കെ ഞാനിപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, യാത്ര കഴിഞ്ഞ് വന്നാൽ ഉടനെ ഒന്നും ഞാൻ അങ്ങനെ ചാടിക്കയറി എല്ലാ ജോലികളൊന്നും ചെയ്യത്തില്ല, കുറേശ്ശെയാണ് ചെയ്യുന്നത്. അപ്പോൾ വീടിനുള്ളിൽ നല്ലോണം ഡസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ഈ റൂമിൽ മേലത്തെ ഒരു പോർഷനിൽ ഒരു സൈഡിൽ ചെവരിൻ്റെ മേലെ പെയിന്റ് ഇളകിയിട്ട് അങ്ങനെ അതിൽ നിന്ന് ഒരുപാട് ഡസ്റ്റ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഈ റൂമിൽ കിടക്കാനും പറ്റുന്നില്ല. ഈ റൂമിൽ കിടന്നതിന് ശേഷമാണ് നന്നായിട്ട് ഡസ്റ്റിൻ്റെ അലർജിയൊക്കെ കൊണ്ടാണ് കൂടുതലും അസുഖം വന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ റൂം ജസ്റ്റ് ഒന്ന് രാവിലെ വന്നൊന്ന് തട്ടിക്കുടഞ്ഞെടുത്തേ ഉള്ളൂ. അപ്പം നമ്മളിപ്പോൾ പുതിയ സോഫ മേടിച്ചല്ലോ, അവിടെയാണ് കിടക്കുന്നത്. അപ്പോൾ നമുക്ക് ഹാളിലാകുമ്പോഴത്തേക്ക് ഇപ്പോൾ ജാനുവരി മാസത്തെ തണുപ്പൊക്കെ ആയ കാരണം കൊണ്ട് വലിയ കുഴപ്പമില്ല, നമുക്ക് പുറത്ത് കിടക്കാം. പക്ഷെ മെയ് മാസമൊക്കെ ആയിക്കഴിഞ്ഞാൽ ചൂട് വന്നാൽ ഒരു രക്ഷയില്ല കേട്ടോ. പിന്നെ നമുക്ക് ചെന്നൈയിൽ നിൽക്കാൻ പോലും തോന്നത്തില്ല, അത്രയ്ക്കും മോശം ക്ലൈമറ്റ് ആയിരിക്കും. അപ്പോൾ എന്തായാലും രാവിലത്തെ കുറച്ച് ക്ലീനിങ്, ബാൽക്കണിയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണമായിരുന്നു, അതൊക്കെ ക്ലീൻ ചെയ്തു. പിന്നെ നമ്മുടെ വീടിനുള്ളിൽ റൂമിനുള്ളിൽ കണ്ണാടിയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തു. പിന്നെ ബെഡൊക്കെ ഒന്ന് ഒതുക്കിയിട്ടിട്ട് കിച്ചണിലേക്ക് വന്നിട്ടുണ്ട്. ഞാൻ ഇപ്പോൾ റീസെൻ്റായിട്ട് ഈ പനി കാലമായ കാരണം കൊണ്ട് തന്നെ കെറ്റിലെപ്പോഴും വെള്ളം ചൂടാക്കി ഇട്ടേക്കും. എന്നിട്ട് തിളച്ച വെള്ളം ഒരു ഫ്ലാസ്കിലോട്ട് ഞാനെടുത്ത് മാറ്റും കേട്ടോ. ഞാൻ ആ ഫ്ലാസ്ക് നിങ്ങൾക്ക് കാണിച്ചു തരാം. പിന്നെ അതുപോലെ തന്നെ വേസ്റ്റ് നമ്മൾ പോയിട്ട് വന്നതിന് ശേഷം ഉണ്ടായ വേസ്റ്റാണ് ഇതൊക്കെ. അപ്പോൾ എല്ലാ റൂമിൽ നിന്നുള്ള വേസ്റ്റ് എടുത്തുകൊണ്ട് ഞാൻ എടുത്ത് വെച്ചിരുന്നു കേട്ടോ. അതിങ്ങനെ ഈച്ചരിച്ചിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഇന്ന് എന്തായാലും കൊണ്ടുപോയി കളയും. അപ്പോൾ അതൊക്കെ ഒന്ന് കെട്ടി വെച്ചതിന് ശേഷം കൈയൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ടാണ് പിന്നെ ഇഡ്ഡലിക്കുള്ള മാവ് ഇടാനായിട്ട് വന്നേക്കുന്നത്. ടിഫിൻ റൈസും അതുപോലെ തന്നെ ഉഴുന്നും ചേർത്തിട്ടാണ് ഞാനെപ്പോഴും ഇഡ്ഡലി മാവ് അരയ്ക്കുന്നത് കേട്ടോ. പച്ചരിയിൽ ഞാൻ എത്ര ശ്രമിച്ചിട്ടും എന്നെ കൊണ്ട് ഇഡ്ഡലി ദോശ മാവ് ശരിയാവുന്നില്ല. അപ്പോൾ ഇഡ്ഡലി റൈസ് അല്ലെങ്കിൽ ടിഫിൻ റൈസ് എന്നൊക്കെ പറഞ്ഞിട്ട് മേടിക്കാനായിട്ട് കിട്ടും. കുറച്ച് കോസ്റ്റ്ലിയാണ്, പക്ഷെ എന്നാലും കറക്റ്റായിട്ട് എനിക്ക് കിട്ടുന്നുണ്ട്. പിന്നെ കുറച്ച് ഉലുവായി ഇട്ട് കൊടുക്കും. അരിയിലാണ് ഞാൻ എപ്പോഴും ഉലുവ ചേർക്കുന്നത് കേട്ടോ. ചിലരാണെങ്കിൽ ഉഴുന്നിൽ ചേർക്കുമല്ലോ. ഞാൻ ടിഫിൻ റൈസിൻ്റെ കൂടെ തന്നെ ഉലുവ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് എല്ലാം കൂടി കഴുകി കുറേ വെള്ളത്തിൽ കഴുകി കളഞ്ഞിട്ട് നല്ല വെള്ളം ഒഴിച്ച് വെക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ ഈ പ്ലാസ്റ്റിക് ബോക്സുകൾ നമ്മൾ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചിട്ടുള്ള ബോക്സിൻ്റെ കൂട്ടത്തിൽ മേടിച്ചതാണ്.
അപ്പോൾ അതൊക്കെ എടുത്തൊന്ന് വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ ഓർത്തു എന്തായാലും ഇവിടെ ചോറ് വെക്കുന്നതിനിടയിൽ തന്നെ കുറച്ച് ടൈമിൽ നമ്മുടെ കിച്ചണിലുള്ള ഈ ഒരു കൊച്ചു ഷെൽഫും കൂടി ക്ലീൻ ചെയ്യാമെന്ന്. അപ്പം ഞാൻ കുറേശ്ശെയാണ് കേട്ടോ ക്ലീൻ ചെയ്യുന്നത്. പ്രത്യേകിച്ച് നമ്മുടെ കിച്ചണിൽ മൊത്തത്തിൽ ക്ലീൻ ചെയ്യാൻ നിന്നാൽ പറ്റത്തില്ല. പ്രത്യേകിച്ച് ഇപ്പോൾ വയ്യാതിരിക്കുന്ന സമയത്ത് ഒട്ടും തന്നെ പറ്റത്തില്ല. ആമയ്ക്ക് ഡസ്റ്റൊക്കെ അടിച്ചാൽ പെട്ടെന്ന് അലർജി ആവും. അപ്പം ഞാൻ ഓർത്ത് കുറേശ്ശെ ചെയ്യാമെന്നുള്ളത്. അങ്ങനെ ഇവിടെ വന്നിട്ട് നമ്മുടെ മസാല ബോക്സുകളും എല്ലാം എടുത്തൊന്ന് പുറത്ത് വെച്ചു. പിന്നെ അതിൽ ആവശ്യമില്ലാത്ത എക്സ്പയർഡ് ആയിട്ടുള്ള കുറേ സാധനങ്ങൾ ഇരിപ്പുണ്ട്, അതൊക്കെ എടുത്ത് കളയണം. അപ്പോൾ നല്ലതായിട്ട് ഡസ്റ്റ് അടിച്ച് കിടപ്പുണ്ട്. അപ്പോൾ അവിടെയൊക്കെ ഞാനൊന്ന് നല്ലൊരു നനഞ്ഞ തുണി കൊണ്ടൊന്ന് ഒപ്പിയെടുത്തതിന് ശേഷമാണ് ബോളിനും കൂടെ യൂസ് ചെയ്തിട്ടാണ് ക്ലീൻ ചെയ്തെടുക്കുന്നത് കേട്ടോ. പിന്നെ ഇതിൻ്റെ ഉള്ളിലുണ്ടല്ലോ മൊത്തം ചിയാ സീഡ് ഇല്ലേ, അതിങ്ങനെ വീണ് കിടക്കുന്നതാണ് ഞാൻ മോർണിംഗ് ഡ്രിങ്കിന് വേണ്ടിയിട്ട് എടുത്തെടുത്ത്. അപ്പോൾ അതും കൂടിയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ 2026 പ്രമാണിച്ച് 1-2 പേര് എന്നോട് പേഴ്സണലായിട്ട് പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്, ഈ വർഷം തുടങ്ങിയപ്പോൾ തൊട്ട് ഒരു സുഖമില്ല, എന്തൊക്കെയോ പ്രശ്നങ്ങളാണ്, അതുപോലെ തന്നെ മാനസികമായിട്ടും ശാരീരികമായിട്ടും ബുദ്ധിമുട്ടുകളാണ്, പിന്നെ അസുഖങ്ങളാണ്, എന്തോ ഒരു ഉന്മേഷക്കുറവാണെന്ന് എനിക്ക് പേഴ്സണലായിട്ട് 2-3 സുഹൃത്തുക്കൾ എന്നോട് പറഞ്ഞ കാര്യമാണ്. അപ്പോൾ എനിക്കും അത് ഫീൽ ചെയ്താണ് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ യാത്രയൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും വിചാരിച്ച പോലെ അല്ലല്ലോ ലൈഫ്. നമുക്ക് ഓരോരോ ട്വിസ്റ്റും ടേൺസും നിറഞ്ഞതാണ് നമ്മുടെ ലൈഫല്ലേ. അപ്പോൾ അങ്ങനെ ഒരു സാഡ് ന്യൂസ് കേൾക്കേണ്ടി വന്നു. പിന്നെ അതുപോലെ തന്നെ അസുഖങ്ങളായി. അപ്പം എനിക്ക് തോന്നുന്നു എല്ലാവരുടെ ലൈഫിലും അങ്ങനെ തന്നെയാണല്ലേ. പക്ഷെ എന്ന് കരുതി നമുക്ക് എന്നും അങ്ങനെ വിഷമിച്ച് ദുഃഖിച്ച് നഷ്ടപ്പെട്ടതോർത്ത് നമുക്ക് ഇരിക്കാൻ പറ്റത്തില്ല. ലൈഫ് മുന്നോട്ട് പോയേ പറ്റത്തുള്ളൂ അല്ലേ. ഞാൻ എന്താണ് എൻ്റെ മനസ്സിനെ പ്രിപ്പയർഡ് ആക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന കുറച്ച് ടിപ്സ് പറഞ്ഞു തരാം. അപ്പോൾ അത് നിങ്ങൾക്ക് മിക്കവാറും യൂസ്ഫുൾ ആയിരിക്കും. ഈ ഒരു മിൽട്ടൻ്റെ ഈ ഒരു ഫ്ലാസ്ക്കാണ് ഞാൻ പറഞ്ഞത്. ഇത് ഹസ്ബൻഡ് ഓഫീസിൽ കൊണ്ടുപോകുന്നതാണ്. നല്ല അടിപൊളി സംഭവമാണ് കേട്ടോ. ഫ്ലാസ്ക് അല്ല, കണ്ടു കഴിഞ്ഞാൽ ബോട്ടിൽ പോലെ ഇരിക്കും. പക്ഷെ ഇതിനകത്ത് ചൂടുവെള്ളം നമ്മൾ നിറച്ച് വെച്ചാൽ 1 ഡേ 24 hours അങ്ങനെ തന്നെ അതേ ചൂടിൽ നിൽക്കും കേട്ടോ. അപ്പം എനിക്കിത് അറിയത്തില്ലായിരുന്നു. ഞാൻ ഓർത്തു ഇതിനകത്ത് വെള്ളം കുറച്ച് നേരം കഴിയുമ്പോൾ തണുപ്പാകുമെന്ന്. പക്ഷെ അങ്ങനെയല്ല, ഇതിലാണെങ്കിൽ ചൂട് 24 മണിക്കൂർ നിൽക്കുന്നുണ്ട്. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് കാണിച്ചാണ്. പിന്നെ ഇന്നത്തെ ലഞ്ചിന് വേണ്ടിയിട്ട് സിമ്പിളായിട്ടൊരു ലഞ്ചാണ് ചെയ്യുന്നത്. കത്തിരിക്ക മെഴുക്ക് വരട്ടി, കോവയ്ക്ക തോരനും പിന്നെ ചമ്മന്തി അരയ്ക്കുന്നുണ്ട്. അപ്പോൾ നെല്ലിക്ക ചമ്മന്തിയാണ് കേട്ടോ. ഇതെല്ലാവർക്കും അറിയാവുന്ന റെസിപ്പി ആയതുകൊണ്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല കേട്ടോ. കഴിഞ്ഞ ദിവസം ഐശ്വര്യാണ് പറഞ്ഞിരുന്നത് റെസിപ്പീസ് ഒക്കെ മിസ് ചെയ്യുന്നുണ്ടെന്ന്. അപ്പോൾ ഇത് സിമ്പിളായിട്ടുള്ളൊരു ലഞ്ചാണ്. നമുക്ക് എല്ലാവർക്കും അസുഖമായ കാരണം കൊണ്ടാണ് സിമ്പിളായിട്ട് കഴിക്കാമെന്ന് കരുതിയത്. ആമിക്ക് മിക്ക ദിവസങ്ങളിലും കഞ്ഞിയായിട്ടാണ് കൊടുക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, നമുക്ക് അങ്ങനെ മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ നമ്മൾ നമ്മുടെ മനസ്സിനെ തന്നെ ഒന്ന് പറഞ്ഞ് ബോൾഡാക്കി വെക്കുക. അതായത് ലൈഫിൽ പ്രശ്നങ്ങൾ വരും, എപ്പോഴും ഒരുപോലെ ഇരിക്കുക എന്ന് പറയുന്നത് അത് നടക്കുന്ന കാര്യമല്ലല്ലേ. ഇന്നൊരു സങ്കടം ഉണ്ടെങ്കിൽ നാളെ ഒരു സന്തോഷം ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ജീവിതം അങ്ങനെയാണ്. ഏത് അവസ്ഥയും നിരന്തരം അല്ലാന്ന് മാത്രമാണ് ഞാൻ എപ്പോഴും ചിന്തിക്കാറുള്ളത്. ഒരുപാട് സന്തോഷം വരുമ്പോൾ ഒരുപാട് സന്തോഷിച്ച് ചിരിക്കാനും, അതുപോലെ സങ്കടം വരുമ്പോൾ പൊട്ടിക്കരയാനും, അങ്ങനെ കുറേ ദിവസം അത് ഓർത്തിരിക്കാനും ഒന്നും പാടില്ല. അപ്പം ഞാൻ അങ്ങനത്തെ ഒരാളായിരുന്നു കേട്ടോ. മുന്നേക്കെ ആണെങ്കിൽ എന്നെ എന്തെങ്കിലും ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം തന്നെ ഞാൻ കരയും. അതുപോലെ കുറേ ദിവസം മാസങ്ങളോളം അതോർത്ത് വിഷമിച്ചിരിക്കും. അപ്പം അങ്ങനെയൊക്കെ ഉള്ളൊരു സ്വഭാവം എനിക്കുണ്ടായിരുന്നു. പക്ഷേ 2026 ഞാൻ കടന്നപ്പോൾ എന്തുകൊണ്ടോ കുറേ ബുക്സുകൾ വായിച്ചത് കൊണ്ടോ എന്തൊക്കെയോ കുറേ മാറ്റങ്ങൾ എന്നിലുണ്ടായി. അത് നല്ല മാറ്റമായിട്ടാണ് ഞാൻ കരുതുന്നത്. ഇപ്പോൾ ചെറിയ വിഷയങ്ങൾ വന്നാൽ പോലും വിഷമിച്ചു കൊണ്ടിരുന്ന ഞാൻ ഇന്നിപ്പോൾ അങ്ങനെയല്ല. ഇത്ര വലിയ സംഭവം വന്നാലും ഞാൻ തളരാതെ മുന്നോട്ട് പോകാനായിട്ട് എന്നെക്കൊണ്ട് പറ്റിയെന്നുള്ളതാണ്. അത് ശരിക്കും ഞാൻ എന്നെ പുകഴ്ത്തി പറയുന്നതല്ല, നമ്മൾ മനസ്സ് വെച്ചാൽ നടക്കുന്നതേ ഉള്ളൂ കേട്ടോ. നമുക്ക് എത്ര വിഷമമുള്ള സിറ്റുവേഷൻ ആണെങ്കിലും നമ്മൾ മനസ്സ് റിലാക്സ്ഡ് ആക്കി വെച്ചേക്കുക. മാക്സിമം നെഗറ്റീവ് ആയിട്ടുള്ള ആൾക്കാരിൽ നിന്ന് നമ്മൾ അകലം പാലിക്കുക. അത് തന്നെയാണ് ഇതിനുള്ളൊരു സൊല്യൂഷൻ. നമുക്ക് ചുറ്റും അസൂയാലുക്കൾ ഉണ്ടായിരിക്കാം, നമ്മളെ തളർത്താൻ ഒത്തിരി പേരുണ്ടായിരിക്കാം. പക്ഷേ എന്നും നമ്മുടെ കൂടെ നിൽക്കുന്നത് നമ്മുടെ കുടുംബമായിരിക്കും, അല്ലെങ്കിൽ നമ്മൾ ഒറ്റയ്ക്കായിരിക്കും എല്ലാം പൊരുതി നേടേണ്ടതല്ലേ. അപ്പം അതുകൊണ്ട് തന്നെ നമ്മളെപ്പോഴും ഒന്ന് മാത്രം ചിന്തിക്കുക, നമുക്ക് ഈശ്വരൻ ഭൂമിയിൽ തന്നിട്ടുള്ളൊരു ജീവിതം അല്ലെങ്കിൽ ഈ ഒരു ജീവൻ നമ്മൾ മരണം വരെ സന്തോഷമായിട്ട് ഇരിക്കുക എന്നുള്ളതാണ്. എല്ലാവരും പറയും പണം ഉള്ളവന് മാത്രമേ സന്തോഷം ഉണ്ടാവുള്ളൂ, എല്ലാ സൗഭാഗ്യങ്ങളും ഉണ്ടെങ്കിൽ മാത്രമേ സന്തോഷം ഉണ്ടാവുള്ളൂ. അങ്ങനെയൊന്നും അല്ല കേട്ടോ. അതെല്ലാം വളരെ തെറ്റായ ധാരണയാണ്. എത്രയോ പേർക്ക് പൈസ ഇല്ലാതെയും എത്രയോ വിഷമങ്ങൾ ഉണ്ടായിട്ടും അവരൊക്കെ അതിലും സന്തോഷം കണ്ടുപിടിക്കുന്നുണ്ട്. ഇപ്പോൾ എൻ്റെ വീടിൻ്റെ, ഞങ്ങൾ താമസിക്കുന്ന ഈ ചെന്നൈയിലെ ഈ വീടിൻ്റെ നമ്മുടെ ഈ സ്ട്രീറ്റിൽ ഒരു സംഭവം ഉണ്ടായി. ഇപ്പോഴൊന്നും അല്ല, 4-5 വർഷം മുന്നേ നടന്ന
നടന്നൊരു കാര്യമാണ്. നമ്മുടെ വീടിൻ്റെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന വീട്ടിൽ ഒരു ഹസ്ബൻഡും വൈഫും അവർക്ക് ഒരു കുഞ്ഞാണുള്ളത് കേട്ടോ. അപ്പോൾ ആ കുട്ടിക്ക് ജനിച്ചപ്പോൾ മുതലേ എന്തോ മാനസികമായിട്ടുള്ള പ്രശ്നവും അതുപോലെ തന്നെ എന്തൊക്കെയോ ഫിസിക്കലായിട്ടുള്ള പ്രശ്നങ്ങളും ഉള്ളൊരു കുഞ്ഞായിരുന്നു. അപ്പോൾ ആ കുട്ടിയെ അവർ മാക്സിമം നല്ല പോലെ നോക്കി. അവനൊരു 12 വയസ്സായപ്പോൾ, ആൺകുട്ടിയായിരുന്നു, 12 വയസ്സായപ്പോഴേക്കും കുട്ടി മരണപ്പെടുകയാണ് ഉണ്ടായത്. 3 വർഷം മുന്നെയാണ് ആ കുഞ്ഞ് മരിച്ചത്. അവർക്കാണെങ്കിൽ ഒരൊറ്റ മോനാണ് ഉള്ളതും. അപ്പോൾ പെട്ടെന്നുണ്ടായ ഒരു മരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ. പക്ഷേ കുഞ്ഞിന് എന്തൊക്കെയോ ബുദ്ധിമുട്ടുകളായിട്ട് അവസാനം ഒരു ചെറിയൊരു പനി വന്നിട്ടാണ് മരണപ്പെട്ടത്. അപ്പോൾ 12 വയസ്സ് വരെ അവർ കഷ്ടപ്പെട്ട് അത്രയും ആ കുഞ്ഞിന് വേണ്ടിയിട്ട് സമയം മാറ്റി വെച്ച്, ആ കുഞ്ഞിൻ്റെ അച്ഛനാണെങ്കിൽ ഏതോ കമ്പനിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അവരുടെ വൈഫ് വന്നിട്ട് വക്കീൽ എന്തോ ആണ് കേട്ടോ, ലോയറാണ്. ഞാൻ എൻ്റെ കല്യാണം കഴിഞ്ഞ് ഇവിടെ വന്ന കാലം മുതലേ കാണുന്നതാണ് അവരെ. ആ കുഞ്ഞിന് വേണ്ടിയിട്ട് അവരെപ്പോഴും സമയം മാറ്റി വെച്ച് ഫിസിയോതെറാപ്പി ചെയ്യാനും മറ്റു കാര്യങ്ങൾക്കൊക്കെ കൊണ്ടുവന്ന് കണ്ടിട്ടുണ്ട്. പിന്നെ ഈ കുഞ്ഞിൻ്റെ മരണം നടന്നതിന് ശേഷം അവർ പുറത്തൊന്നും വന്നിട്ടില്ല. അങ്ങനെ കുറേ നാൾ അവരങ്ങനെ പുറത്തിറങ്ങാതിരുന്നു, 1-2 മാസത്തോളം. പിന്നീട് ഞാൻ ആ ചേച്ചിയെ കാണുന്നത് ശരിക്കും പറഞ്ഞാൽ അത്ഭുതപ്പെട്ടു പോയി. അവരൊരു വക്കീലിൻ്റെ കുപ്പായം അണിഞ്ഞാണ് പുറത്ത് വന്നത് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഞാനങ്ങ് അന്തം വിട്ടതുപോലെ ആയിപ്പോയി. പിന്നീട് ഞങ്ങൾ അവരോട് സംസാരിച്ചപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞൊരു കാര്യം, എന്തായാലും നഷ്ടപ്പെട്ടു, നമുക്കൊരിക്കലും തിരിച്ചു കൊണ്ടുവരാൻ പറ്റത്തില്ല. പക്ഷേ അവർക്ക് ഇപ്പോഴും ദുഃഖമുണ്ടെങ്കിലും അവർ വിശ്വസിക്കുന്നത് അവരുടെ കുഞ്ഞിനെ അവർ ആയ കാലത്തോളം നന്നായിട്ട് തന്നെ നോക്കി. പിന്നെ ആ കുഞ്ഞിന് വേണ്ടിയിട്ട് അവർ എല്ലാ മാസവും, ഞങ്ങളെ വീണ്ടും അത്ഭുതപ്പെടുത്തിയ മറ്റൊരു കാര്യമാണ്, അതൊരിക്കലും എൻ്റെ ഹസ്ബൻഡാണ് കണ്ടത്. എല്ലാ മാസവും ക്ഷേത്രത്തിൽ ഇതുപോലെ അനാഥർക്കുള്ള ആഹാരം അവർ അന്നദാനമായിട്ട് കൊടുക്കാറുണ്ടത്രേ. അതുപോലെ തന്നെ ഓർഫനേജിൽ ഇങ്ങനെ കൊടുക്കാറുണ്ട്. അപ്പോൾ ഞാൻ ശരിക്കും പറഞ്ഞാൽ എനിക്കങ്ങ് അത്ഭുതമാണ് തോന്നിയത്. ശരിക്കും നമ്മുടെ ചുറ്റുമുള്ള ആളുകളിൽ നിന്നാണ് നമ്മൾ പഠിക്കേണ്ടത്, അല്ലാതെ മറ്റു മോട്ടിവേഷൻ വീഡിയോസ് കണ്ടോ അല്ലെങ്കിൽ അതിനേക്കാളും ഒക്കെ റിയൽ ലൈഫിൽ ഓരോ മനുഷ്യരും സ്ട്രഗിൾ ചെയ്യുന്നത് കണ്ട് നമ്മൾ പഠിക്കണം എന്നുള്ളത് ഞാൻ അന്ന് മനസ്സിലാക്കി. അപ്പോൾ ഇന്നും അവർക്ക് കുഞ്ഞിനെ ഓർത്ത് ദുഃഖമുണ്ടെങ്കിലും അവർ ഇപ്പോഴും പറയുന്നത് അവർക്ക് പറ്റുന്ന പോലെ കുഞ്ഞിനെ നോക്കി അവരെ കൊണ്ട് മാക്സിമം പറ്റുന്ന രീതിയിൽ അവസാന കാലം വരെ കൂടെ നിന്നു. പക്ഷേ ഇനി അവർക്ക് ചെയ്യാൻ കഴിയുന്ന ഒരേ ഒരു കാര്യം മറ്റു കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും സഹായം ചെയ്യുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ ആ ചേച്ചി ഇപ്പോൾ ജോലിക്ക് പോകുന്നുണ്ട്. അവരുടെ ഹസ്ബൻഡാണെങ്കിലൊക്കെ ജോലിക്ക് പോവുകയും കുറച്ചും കൂടി സോഷ്യലി കമ്മിറ്റഡ് ആവുകയും ആൾക്കാരോട് നന്നായിട്ട് ഇടപെടുകയൊക്കെ ചെയ്യുന്നുണ്ട്. മറ്റേതാണെങ്കിൽ വീട് മാത്രം എന്നുള്ളൊരു രീതിയിലാണ് അവർ ജീവിച്ചുകൊണ്ടിരുന്നത്. കാരണം കുഞ്ഞിനെ നോക്കുന്നതിനിടയിൽ അവർക്ക് ഒന്നിനും സമയമില്ല, പുറത്തിറങ്ങാൻ നേരമില്ല. പക്ഷെ ഇപ്പോൾ അങ്ങനെയല്ല. ഞാനിത് പറയാനുള്ളൊരു കാരണം, ജീവിതം അങ്ങനെയാണ്. നമ്മൾ വിചാരിക്കുന്ന പോലെ എപ്പോഴും സന്തോഷം അല്ലെങ്കിൽ എപ്പോഴും ദുഃഖം മാത്രമല്ല. ഇന്നൊരു കയറ്റം ഉണ്ടെങ്കിൽ നാളെ ഒരു ഇറക്കം ഉണ്ടാവും. അതുപോലെ തന്നെ നമുക്ക് എത്ര ദുഃഖം ഉണ്ടെന്നുണ്ടെങ്കിലും നാളെ ഒരു സന്തോഷം നമുക്ക് ദൈവം കൊണ്ടുതരും. നമ്മൾ ഈ ഭൂമിയിൽ ജനിക്കുമ്പോൾ കുറേ അധികം കർമ്മ എന്ന് പറയുന്നൊരു ഇതിൽ ഞാൻ വിശ്വസിക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ മുജ്ജന്മ പാപമെന്നോ അല്ലെങ്കിൽ നമ്മൾ അനുഭവിക്കേണ്ട കർമ്മ എന്നൊക്കെ ഞാൻ അതിലൊക്കെ വിശ്വസിക്കുന്ന ഒരാളാണ്. എത്ര പേർക്ക് അത് വിശ്വാസം ഉണ്ടെന്ന് അറിയത്തില്ല. അപ്പോൾ നമ്മൾ ഈ ജന്മം എന്തൊക്കെ അനുഭവിച്ചാലും നമ്മൾ ചെയ്യുന്ന കർമ്മഫലമാണ്. നമ്മൾ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം, മനുഷ്യജീവിതം നമുക്ക് കിട്ടിയിടത്തോളം കാലം മറ്റുള്ളവരെ വേദനിപ്പിക്കാതെ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ നമ്മൾ മറ്റുള്ളവരെ വിഷമിപ്പിക്കാതിരുന്നാൽ തന്നെ അത്യാവശ്യം തട്ടിമുട്ടി അങ്ങ് പോവാന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഞാൻ ഇത്രയും പറയാനുള്ളൊരു കാരണം എന്നോട് പേഴ്സണലായിട്ട് സംസാരിച്ച അവർക്ക് വേണ്ടിയിട്ടാണ്. കാരണം ജീവിതത്തിൽ ഇപ്പോൾ എന്തൊക്കെ സ്ട്രഗിൾസ് ഉണ്ടെങ്കിലും എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിലും അതെല്ലാം മാറും, നമുക്ക് മാറ്റിയെടുക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ എന്തിലും ഏതിലും നമ്മൾ തളരാതെ പിടിച്ച് മുന്നോട്ട് പോവുക. നമ്മുടെ ദൃഢനിശ്ചയം, നമ്മുടെ പോസിറ്റീവായിട്ടുള്ളൊരു മൈൻഡ് സെറ്റ് അതൊന്നും കളയാതിരിക്കുക. അതുപോലെ തന്നെ നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങൾ വരുമ്പോഴും നമ്മുടെ മനസ്സിനെ എപ്പോഴും പറഞ്ഞു പഠിപ്പിക്കുക. നമുക്ക് ജീവിതത്തിലൊരു പ്രതിസന്ധി വരുമ്പോൾ നമുക്ക് ആരും കാണത്തില്ല, നമ്മൾ ഒറ്റയ്ക്കായിരിക്കും, നമ്മൾ തനിയാണ് അത് ഫേസ് ചെയ്യേണ്ടതെന്നുള്ളത്. ഞാൻ ഒരിക്കലും മറ്റൊരാളെയും എക്സ്പെക്റ്റ് ചെയ്തിട്ടല്ല ജീവിക്കുന്നത്. എന്ത് സംഭവം വന്നാലും ഞാൻ ഒറ്റയ്ക്ക് മുന്നേറും എന്നുള്ളൊരു രീതിയിൽ എപ്പോഴാണോ ചിന്തിച്ച് തുടങ്ങിയത് അവിടെ നിന്നാണ് എനിക്ക് കോൺഫിഡൻസ് കിട്ടിയത്. അപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായ ഒത്തിരി സംഭവങ്ങളുണ്ട്, അതൊന്നും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. എന്നാലും നിങ്ങളിൽ കേട്ട പലർക്കും ഇതൊരു മോട്ടിവേഷനായി എന്ന് വിശ്വസിക്കുന്നു. പിന്നെ ഇതിൽ തന്നെ ഞാനാണെങ്കിൽ നമ്മുടെ പുതിയ ജാറിൽ, മിക്സിയുടെ ജാറിലാണ് അരി ഉഴുന്ന് അരച്ചിട്ടുള്ളത് കേട്ടോ. ഇത് വൻ കോമഡി ആയിരുന്നേ. കാരണം നമ്മൾ ഇവിടെ തണുപ്പായ കാരണം കൊണ്ട് ഞാൻ എന്തൊക്കെയോ ചിന്തകളിലായ കാരണം കൊണ്ട് എനിക്കൊരു ബോധമില്ലാതെയാണ് ഇരിക്കുന്നത് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട്. ഞാനാണെങ്കിൽ ഈ ദോശമാവ്, ഇഡ്ലി മാവ് അരച്ചിട്ടുണ്ടല്ലോ, ഒരു 10-11 മണിയായപ്പോഴത്തേക്ക് എടുത്ത് ഫ്രിഡ്ജിനകത്തോട്ട് എടുത്ത് വെച്ചു. ചൂടുള്ള സമയത്ത് ഞാൻ അങ്ങനെ ചെയ്യാറുണ്ട്. അപ്പം ഇപ്പോൾ തണുപ്പാണെന്നുള്ളത് പോലും എനിക്ക് ഓർമ്മയില്ല എന്നുള്ളതാണ് സത്യം. ഒന്നാമത്തെ കാര്യം, ഇപ്പോഴത്തെ തണുപ്പ് അനുസരിച്ച് കുക്കറിൽ എന്തെങ്കിലും ഇറക്കി വെക്കുക അല്ലെങ്കിൽ ചൂടുള്ള സ്ഥലത്തോ മാവ് ഇറക്കി വെച്ചാൽ മാത്രമാണ് നമുക്ക്
മാവ് പൊളിച്ച് കിട്ടത്തുള്ളൂ. എന്തോ ഒരു ബോധക്കേടിൽ ഞാനാണെങ്കിൽ അരി ഉഴുന്നും അരച്ചിട്ട് ആ മാവ് എടുത്തുകൊണ്ട് പോയി നേരെ കൊണ്ടുപോയി ഫ്രിഡ്ജിൽ വെച്ചായിരുന്നു കേട്ടോ. പിറ്റേ ദിവസം രാവിലെ ആണെങ്കിൽ ഞാൻ എഴുന്നേറ്റതും 8:30. അതുപോലെ തന്നെ അത് പുളിച്ച് കിട്ടിയതുമില്ല. പിന്നെ അവസാനം എന്തൊക്കെയോ കാട്ടിക്കൂട്ടി ഞാൻ ഉപ്പൊക്കെ ഇട്ടൊക്കെ നോക്കിയെങ്കിലും അത് പൊങ്ങി വരുന്നതേ ഇല്ല കേട്ടോ. മാവ് അത്രയ്ക്കും തണുപ്പ്. അന്നത്തെ ദിവസം ഇഡ്ഡലി ഉണ്ടാക്കിയപ്പോഴത്തേക്കും കൊണ്ട് കല്ല് പോലെയാണ് ഇരുന്നത് കേട്ടോ. അപ്പോൾ എനിക്ക് പിന്നെയാണ് ഓർത്തപ്പോൾ അയ്യോ ഞാൻ മാവെടുത്ത് നേരത്തെ പുറത്ത് ഫ്രിഡ്ജിൽ വെച്ചതാണല്ലോ പറ്റിപ്പോയതെന്ന് ഓർത്തത്. അപ്പം ഇങ്ങനെയുള്ള ചെറിയ ചെറിയ മണ്ടത്തരങ്ങളൊക്കെ എനിക്ക് പറ്റാറുണ്ട്. പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞില്ലേ, ആമിക്കോ എനിക്കോ ഒക്കെ സുഖമില്ലാതാകുമ്പോഴോ ഹസ്ബൻഡിന് വയ്യാതാകുമ്പോഴൊക്കെയാണ് ഇങ്ങനത്തെ അബദ്ധങ്ങളൊക്കെ ഞാൻ ചെയ്തു പോകുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും എൻ്റെ ദോശമാവ് ഫ്ലോപ്പായി കിടക്കുവാണ്. പിന്നെ ഞാൻ 2-3 ദിവസം കൊണ്ട് ഇപ്പോൾ പുറത്ത് വെച്ച് പുളിപ്പിക്കാനായിട്ടൊക്കെ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഇവിടുത്തെ ഈ മഞ്ഞും മഴയും കാരണം കൊണ്ട്, തണുപ്പ് കാരണം കൊണ്ട് ഒട്ടും തന്നെ അത് പുളിച്ച് കിട്ടുന്നേ ഇല്ല. അപ്പം ഞാൻ ഓർത്തു കുറച്ചും കൂടി നല്ല വെയിൽ വന്നതിന് ശേഷം ഒന്നെടുത്ത് പുറത്ത് ഒന്നും കൂടി 2 ദിവസം കൂടി വെക്കാമെന്ന്. അത് കഴിഞ്ഞിട്ട് വന്നിട്ട് ഒരു സിനിമ കാണാമെന്ന് കരുതി. ആസിഫ് അലിയും അപർണ ബാലമുരളിയും കൂടിയുള്ള മിറാജ് എന്ന് പറഞ്ഞിട്ടൊരു സിനിമ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും, ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ മാത്രം ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്ത് വെച്ചേക്കണേ. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്കിനി നെക്സ്റ്റ് വീക്ക് മൺഡേ വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.